ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രണ്ട് ആർക്ക് വെൽഡിംഗ് പ്രോസസ്സുകളാണ് പഠിക്കുന്നത്. സിലബസിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിങ്ങും അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിങ്ങും. അപ്പോൾ ഇത് രണ്ടും ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ അകത്ത് വരുന്നതാണ്. അതായത് ഈ ഇലക്ട്രിക് ആർക്ക് ഉപയോഗിച്ചാണ് വെൽഡ് ചെയ്യാനുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ബേസിക്കലി ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിംഗ് ഉള്ളത് ചിലപ്പോൾ എക്സാമിന് ടങ്സ്റ്റൺ ഗ്യാസ് ആർക്ക് വെൽഡിംഗ് എന്ന് അല്ലെങ്കിൽ ഗ്യാസ് ടങ്സ്റ്റൺ വെൽഡിംഗ് അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പിന്നെ അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ്, ഇത് രണ്ടും 10 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിംഗ് അല്ലെങ്കിൽ അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിങ്ങും ചോദിക്കുന്നത്. രണ്ടും കൂടെ 10 മാർക്സിനല്ല, ഇൻഡിവിജ്വലായിട്ട് 10 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അത്രത്തോളം എഴുതാനുണ്ട്. ഇതോരോന്നിനും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഫിഗർ വരയ്ക്കാനുണ്ട്. ആ ഫിഗറിന് തന്നെ ഒരു 3 or 4 മാർക്സ് ഉണ്ടായിരിക്കും. പിന്നെ പ്രോസസ്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, അതിനും ഒരു 4 മാർക്സ് വരെ കാണും. പിന്നെ അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഒരു 3-4 അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ആൻസർ എഴുതാനായിട്ട്. അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഒക്കെ കുറേയൊക്കെ സിമിലർ ആയിട്ടുള്ള ഇത് തന്നെയാണ്. ഒരേപോലത്തെ അഡ്വാൻറ്റേജസും ഒരേപോലത്തെ ഡിസഡ്വാൻറ്റേജസുമാണ് ഇത് രണ്ടിനും ഉള്ളത്. അപ്പം ഇങ്ങനെയാണ് സംഭവം. അപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആർക്ക് വെൽഡിംഗ് പ്രോസസ്സുകളാണ് ഇത് രണ്ട്, ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിങ്ങും അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിങ്ങും. ആദ്യമായിട്ട് ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിങ്ങിനെ പറ്റി പഠിക്കാം, അല്ലെങ്കിൽ ഗ്യാസ് ടങ്സ്റ്റൺ വെൽഡിംഗ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രോസസ്സിനെ പറ്റി പഠിക്കാം. അപ്പം ഈ ആർക്ക് വെൽഡിങ്ങിൽ ടങ്സ്റ്റൺ ആണ് ഈ ഇലക്ട്രോഡായിട്ട് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോഡ് എന്ന് പറയുന്നത് അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ആണ്. അപ്പോൾ ടങ്സ്റ്റൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ വളരെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ് ഈ ടങ്സ്റ്റൺ എന്ന് പറയുന്ന മെറ്റീരിയലിനുള്ളത്. അതുകൊണ്ട് വളരെ ഹൈ ടെമ്പറേച്ചറൊക്കെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇലക്ട്രോഡാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇതൊരു നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ്. നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഈ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കെ ഈ ഇലക്ട്രോഡ് കൺസ്യൂം ചെയ്യത്തില്ല, അതായത് അതിൻ്റെ ലെങ്ത് കുറയത്തില്ല. കാരണം മറ്റേ സാധാരണ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സിലാണെങ്കിൽ ഇലക്ട്രോഡ് മെൽറ്റ് ആവും, അതായത് ഇലക്ട്രോഡും കൂടെ മെൽറ്റായി അതാണ് ഈ വെൽഡ് ജോയിൻ്റ് ഉണ്ടാവേണ്ട ആ സ്ഥലത്തേക്ക് വീഴുന്ന ഫില്ലർ മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് സാധാരണയുള്ള ആർക്ക് വെൽഡിങ്ങിലായിരുന്നു. പക്ഷേ ഇതിൽ ഉപയോഗിക്കുന്ന ഈ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ടങ്സ്റ്റൺ കൊണ്ടുണ്ടാക്കിയ ഇലക്ട്രോഡാണ്. അതൊരു നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വരുന്നതാണ്. അതായത് ആ ഇലക്ട്രോഡ് കൺസ്യൂം ചെയ്യത്തില്ല, അതായത് അതിൻ്റെ ലെങ്ത് കുറയത്തില്ല. എത്ര വർഷങ്ങളോളം ഉപയോഗിച്ചാലും, എത്ര വർഷത്തോളം അത് ഉപയോഗിച്ചാലും ഈ ഇലക്ട്രോഡിൻ്റെ ലെങ്ത് കുറയത്തില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പുതിയ ഇലക്ട്രോഡ് കൊണ്ട് വെച്ചെടുക്കുക എന്ന പ്രോസസ്സൊന്നും ഇതിലില്ല. കാരണം ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഇലക്ട്രോഡ് മതി ആ മെഷീൻ ഉപയോഗിച്ച് വെൽഡ് ചെയ്യാനായിട്ട്. എത്ര കാലം വേണമെങ്കിലും ആ ഒരു പർട്ടിക്കുലർ ഇലക്ട്രോഡ് വെച്ച് തന്നെ വെൽഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ടങ്സ്റ്റൺ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെയും വർക്ക് പീസിൻ്റെ ഇടയിലായിട്ടാണ്, ആ ഒരു ഗ്യാപ്പിലാണ് ഈ ഇലക്ട്രിക് ആർക്ക് ഫോം ചെയ്യുന്നത്. നോർമലായിട്ടുള്ള ആർക്ക് വെൽഡിങ്ങിനേക്കാളും വളരെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ഈ ഇലക്ട്രിക് ആർക്കിൻ്റെ. മാത്രമല്ല ആ ഹൈ ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ടങ്സ്റ്റൺ ഇലക്ട്രോഡിലുണ്ട്. കാരണം അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് വളരെ ഹൈ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ടെമ്പറേച്ചറുള്ള ആർക്ക് ഇതിൽ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെയും വർക്ക് പീസിൻ്റെയും ഇടയിലുള്ള ആ ഗ്യാപ്പിലാണ് ഇലക്ട്രിക് ആർക്ക് ഫോം ചെയ്യുന്നതും. ആ ഇലക്ട്രിക് ആർക്ക് മൂലം ഉണ്ടാകുന്ന ഹീറ്റ് ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ഹീറ്റ് കാരണമാണ് ആ വർക്ക് പീസിലുള്ള എവിടെയാണോ ജോയിൻറ്റ് ഫോം ചെയ്യേണ്ടത് ആ ജോയിൻറ്റ് ഫോം ചെയ്യുന്ന ആ ഒരു ഏരിയയിലുള്ള ആ ഏരിയയിലുള്ള മെറ്റൽ മെൽറ്റ് ആവുകയും അതിൻ്റെ കൂടെ കുറച്ച് ഫില്ലർ മെറ്റീരിയലും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ വെൽഡ് ജോയിൻറ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം എന്തെന്ന് പറഞ്ഞാൽ ഫില്ലർ റോഡ് എക്സ്ട്രാ കൊടുക്കുകയാണ്. അത് ഈ ഒരു കൊടുത്തിരിക്കും പോലെ, ഈ ഒരു റോഡ് ഇങ്ങനെ കൊടുത്തിരിക്കും പോലെ, ഇത് ഫില്ലർ റോഡാണ്. ഫില്ലർ റോഡ് ഈ ഇലക്ട്രിക് ആർക്കിൻ്റെ അടുത്തോട്ട് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറാണ്, ഈ ഇലക്ട്രിക് ആർക്കിൻ്റെ ടെമ്പറേച്ചറാണ് ഈ ഫില്ലർ റോഡ് മെൽറ്റായി എവിടെയാണ് വെൽഡ് ജോയിൻറ്റ് ഫോം ചെയ്യേണ്ടത് അതിലേക്ക് അങ്ങ് ഡിപ്പോസിറ്റ് ആയിട്ടുള്ളൂ. അപ്പം ഈ ഒരു ഫില്ലർ റോഡ് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഇലക്ട്രോഡ് മെൽറ്റ് ചെയ്ത് ഇതിലോട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നില്ല. സാധാരണ ആർക്ക് വെൽഡിംഗ് പ്രോസസ്സിലാണെങ്കിൽ ഇലക്ട്രോഡ് തന്നെ മെൽറ്റ് ചെയ്ത് ഈ ഡിപ്പോസിറ്റ് ചെയ്യും, എവിടെയാണോ ജോയിൻറ്റ് ഫോം ചെയ്യുന്നത് അവിടെ ഡിപ്പോസിറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ആയതുകൊണ്ട്, അത് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആയതുകൊണ്ട് അത് മെൽറ്റ് ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഫില്ലർ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ഒരു റോഡ് കൊടുത്താണ് വെൽഡ് ജോയിൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഫില്ലർ റോഡ് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രോസസ്സിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഞാൻ ഇനേർട്ട് ഗ്യാസ് എന്നിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടങ്സ്റ്റൺ മാത്രമല്ല, അവിടെ ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഈ പ്രോസസ്സിൽ വരുന്നുണ്ട്. ഈ ഇനേർട്ട് ഗ്യാസ് നമ്മുടെ ഈ എക്സ്ട്രാ ആയിട്ട് ഈ ആർക്കിലോട്ട് അങ്ങ് പാസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്യാസാണ് ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്യുപ്മെൻറ്റ് നോക്കുക, ഇതാണ് ഈ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഇതാ ഈ ഒരു ഇലക്ട്രോഡാണ് ഈ ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. ഇത് നമുക്ക് AC യും DC നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാം. ഇതിലിപ്പം DC കണക്ഷൻ കൊടുത്തിട്ടുള്ള ഒരു രീതിയാണ് കാണിച്ചിട്ടുള്ളത്. ഇലക്ട്രോഡ് നെഗറ്റീവായിട്ടും വർക്ക് പീസ് പോസിറ്റീവായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ DC മാത്രമല്ല, നമുക്ക് AC പവർ സപ്ലൈയും ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം ഇതെന്ന് പറയുന്ന ഒരു നോസിൽ പോലത്തെ ഒരു പാർട്ടാണ് ഈ കാണുന്ന ഈ ഒരു
കമ്പോണൻറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടി ഇനി ഇനേർട്ട് ഗ്യാസ് ഇതാ ഇങ്ങോട്ട് പുറത്തോട്ട് വരുന്നത്. ഇനേർട്ട് ഗ്യാസിൻ്റെ അകത്ത് കയറാനുള്ള ഓപ്പണിംഗ് ആണ് ഈ ഒരു പോർഷൻ. അത് ഇനേർട്ട് ഗ്യാസ് ഇതിൻ്റെ അകത്തോട്ട് കയറി ഈ ഒരു ഓപ്പണിങ്ങിൽ കൂടെ അത് പുറത്തോട്ട് ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ ഈ ഓപ്പണിങ്ങിൽ തന്നെയാണ് ആ ഇലക്ട്രോഡ് പുറത്തോട്ട് വന്നിരിക്കുന്ന ആ ഒരു ഇലക്ട്രോഡിൻ്റെ ആ പ്രൊജക്ഷൻ വരുന്നത് ഈ ഒരു പോർഷനിൽ തന്നെയാണ്. ആ ഒരു ഓപ്പണിംഗ് കൂടെ തന്നെയാണ് ഇലക്ട്രോഡ് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് ഉള്ള ഒരു ഓപ്പണിംഗ് കൂടിയായിരിക്കും ഈ ഇനേർട്ട് ഗ്യാസ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. ഈ ഇനേർട്ട് ഗ്യാസ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ആർക്കിനെ ഒന്ന് ഷീൽഡ് ചെയ്യാനും അതുപോലെ തന്നെ ഈ വെൽഡ് പോൾ എന്ന് പറഞ്ഞാൽ ഈ മെറ്റലിൻ്റെ ഇവിടെ ഈ ഹീറ്റ് കാരണം ഇവിടുത്തെ മെറ്റൽ വർക്ക് പീസിലുള്ള മെറ്റൽ പെട്ടെന്നൊന്ന് ഇതാവും, മോൾട്ടൺ മെറ്റലാവും. അപ്പോൾ ആ മോൾട്ടൺ മെറ്റലായിട്ടുള്ള ആ ഭാഗത്തിനെയാണ് വെൽഡ് പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെൽഡ് പോളിനെയും അതുപോലെ തന്നെ ആർക്കിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇനേർട്ട് ഗ്യാസ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ആർക്ക് വെൽഡിങ്, സാധാരണയുള്ള ആർക്ക് വെൽഡിങ്ങിലും ഇങ്ങനെ ഒരു ഇനേർട്ട് ഗ്യാസിൻ്റെ ഷീൽഡ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷീൽഡ് ഫോം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലക്സ് കോട്ടിങ് നമ്മുടെ ഇലക്ട്രോഡിൽ കൊടുത്തിട്ടുള്ളത്. അതായത് കോട്ടിംഗ് ഉള്ള ഇലക്ട്രോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ പഠിച്ചു. അപ്പോൾ കോട്ടിംഗ് ഉള്ള ഇലക്ട്രോഡ് അത് മെൽറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഉള്ള ആ ഫ്ലക്സ് കോട്ടിംഗ് കൂടെ മെൽറ്റ് ചെയ്ത് ഒരു ഗ്യാസ് ഷീൽഡ് ഈ ആർക്കിന് ചുറ്റും ഫോം ആവും. ഈ ആർക്കിന് ചുറ്റും അതുപോലെ തന്നെ ഈ വെൽഡ് പോളിന് ചുറ്റും ഒരു ഗ്യാസ് ഷീൽഡ് ഫോം ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും നൈട്രജനും ഒക്കെ ഈ ആർക്കുമായിട്ട് റിയാക്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഈ വെൽഡ് പൂളുമായിട്ടൊന്നും റിയാക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ആർക്കുമായിട്ടും വെൽഡ് പൂളുമായിട്ടൊക്കെ റിയാക്ട് ചെയ്താൽ ഈ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ റിയാക്ട് ചെയ്താൽ അതിൻ്റെ ഓക്സൈഡ്സ് ഫോം ചെയ്യും. ആ ഓക്സൈഡ്സ് ഈ വെൽഡ് പൂളിൽ വന്ന് മിക്സ് ആവുകയും അത് പിന്നെ ഡിഫക്റ്റായി മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ആർക്കിനെയും അതുപോലെ തന്നെ വെൽഡ് പൂളിനെയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇനേർട്ട് ഗ്യാസ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ സാധാരണയുള്ള ആർക്ക് വെൽഡിങ്ങിലും ഈ ഒരു ഷീൽഡ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ആ ഷീൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഇനേർട്ട് ഗ്യാസിനെ നമ്മളിവിടെ കടത്തിവിടുന്നത്. അപ്പോൾ ഇനേർട്ട് ഗ്യാസിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ആർക്കിനെയും വെൽഡ് പൂളിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ്. പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും നൈട്രജനും നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ഈ ഇനേർട്ട് ഗ്യാസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനേർട്ട് ഗ്യാസ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആർഗൺ, ഹീലിയം അങ്ങനത്തെ ഇനേർട്ട് ഗ്യാസസ് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഈ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഹീലിയം, ആർഗൺ അങ്ങനത്തെ ഇനേർട്ട് ഗ്യാസുകളാണ്. അപ്പോൾ ഇനേർട്ട് ഗ്യാസ് ഇങ്ങനെ പാസ് ചെയ്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇനേർട്ട് ഗ്യാസ് ഉപയോഗിച്ച് ആർക്കിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വെൽഡ് പൂളിനെയും പ്രൊട്ടക്റ്റ് ചെയ്യും. ഇങ്ങനെ ഈ വെൽഡിങ് പ്രോസസ്സ് നടക്കും. ഫില്ലർ മെറ്റീരിയലായിട്ട് എക്സ്ട്രാ ഒരു ഫില്ലർ റോഡ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. ഈ പ്രോസസ്സ് ഇവിടെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ വളരെ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകുന്നതുകൊണ്ട് ഈ ഒരു കേസിങ്, ഈ ഒരു പാർട്ടൊക്കെ വളരെ ഹൈ ടെമ്പറേച്ചർ, വളരെ നല്ല കാര്യമായിട്ട് ചൂടാവും. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ കൂളൻ്റൊക്കെ ഇങ്ങനെ കടത്തി വിടുന്നത്. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, ഫിഗറിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് കൂളൻ്റിനെ പറ്റി ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കൂളൻ്റൊക്കെ കടത്തി വിടുന്നത്. അപ്പോൾ ഇതാണ് ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ളൊരു ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുന്നത്. ടങ്സ്റ്റൺ കൊണ്ടുണ്ടാക്കിയ ഇലക്ട്രോഡാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതൊരു നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ്. അതായത് അതിൻ്റെ ലെങ്ത് കുറയത്തില്ല, ഇലക്ട്രോഡ് കൺസ്യൂം ചെയ്യത്തില്ല. ഈ ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെ വർക്ക് പീസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലാണ് ഈ ആർക്ക് ഫോം ചെയ്യുന്നത്. ഫില്ലർ മെറ്റീരിയലായിട്ട് നമ്മൾ ഫില്ലർ റോഡ് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ഈ ഫില്ലർ റോഡ് ഇതിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് പറഞ്ഞാൽ വർക്ക് പീസിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെയായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും അലോയി ആയിരിക്കാം ഈ ഫില്ലർ റോഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിങ്ങിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ യഥാർത്ഥ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഫിഗർ വരയ്ക്കണം, ഈ പ്രോസസ്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് എന്തിനാണ്, ഈ ഇനേർട്ട് ഗ്യാസ് എന്തിനാണ്, ഫില്ലർ റോഡ് എന്തിനാണ്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അത് തന്നെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിർബന്ധമായി നിങ്ങൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും കൂടെ, ഈ ഒരു പ്രോസസ്സിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും കൂടെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് ലിസ്റ്റ് ചെയ്താൽ മതി, നമ്പർ ഇട്ട് ലിസ്റ്റ് ചെയ്താൽ മതി. അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ക്വാളിറ്റി വെൽഡ് നമുക്ക് ഇതിൽ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഡിഫക്റ്റ് ഒന്നും ഇല്ലാത്ത, വളരെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഇതൊന്നും ഇല്ലാത്ത, ഡിഫക്ട്സ് ഒന്നും ഇല്ലാത്ത വളരെ ഹൈ ക്വാളിറ്റി വെൽഡ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ തിക്കായിട്ടുള്ള വർക്ക് പീസിനെല്ലാം നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. മാത്രമല്ല സാധാരണ ആർക്ക് വെൽഡിങ്ങിനുള്ളതിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഹൈ മെൽറ്റിംഗ് പോയിൻ്റുള്ള വർക്ക് പീസൊക്കെ നമുക്ക് വെൽഡ് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. സാധാരണ ആർക്ക് വെൽഡിങ് ഉപയോഗിച്ച് വെൽഡ് ചെയ്യാൻ സാധിക്കാത്ത അത്രത്തോളം ഹൈ മെൽറ്റിംഗ് പോയിന്റ് വരുന്ന വർക്ക് പീസിനൊക്കെ നമുക്ക് ഈ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിങ് ഉപയോഗിച്ച് വെൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇതിൽ കൂടുതൽ ഹൈ ടെമ്പറേച്ചർ, കമ്പാരിറ്റീവ്ലി ഹൈ ടെമ്പറേച്ചർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇലക്ട്രോഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആണ്, അതായത് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ്. അതിൻ്റെ ലെങ്ത് എപ്പോഴും കോൺസ്റ്റൻറ്റ് തന്നെയായിരിക്കും, ലെങ്ത് കുറയുന്നില്ല, കൺസ്യൂം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇലക്ട്രോഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നൊരു പ്രോസസ്സൊന്നുമില്ല. ഇത് AC യിലും DC യിലും വർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്.
പിന്നെ ഇനേർട്ട് ഗ്യാസ് ഉപയോഗിച്ചാണ് ഒരു ഷീൽഡ് ഫോം ചെയ്യുന്നത്. ആർക്കിനെയും വെൽഡ് പൂളിനെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു ഷീൽഡ് ഇനേർട്ട് ഗ്യാസ് ഉപയോഗിച്ച് നമ്മൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആണ്. നമ്മൾ സാധാരണ ആർക്ക് വെൽഡിങ്ങിനെക്കാളും കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇനേർട്ട് ഗ്യാസ് പാസ് ചെയ്ത് ആർക്കിനെയും ഈ വെൽഡ് പൂളിനെയൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഷീൽഡ് ഇതിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഇതിനുണ്ട്. മാത്രമല്ല ഇത് ഓട്ടോമേഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാനൊക്കെ, അതായത് കമ്പ്യൂട്ടർ കൺട്രോൾഡ് ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സ് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. ലേബറിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. മറ്റേ ആർക്ക് വെൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ലേബറിൻ്റെ സ്കില്ലിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഇതിന് പക്ഷേ അങ്ങനത്തെ സ്കിൽസിനൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഈ മെഷീനറിയാണ് ഈ ഫുള്ളി കമ്പ്യൂട്ടർ കൺട്രോൾഡ് ഓട്ടോമാറ്റിക് ആക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഈ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിങ്ങിനുണ്ട്. ലിമിറ്റേഷൻ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ലിമിറ്റേഷൻ കോസ്റ്റ് കൂടുതലാണ്. ഈ എക്യുപ്മെൻറ്റും ഈ മെഷീനറിക്കും തന്നെ കോസ്റ്റ് കൂടുതലാണ്. അപ്പം മാത്രമല്ല റണ്ണിങ് കോസ്റ്റും കൂടുതലാണ്. ഈ ഇനേർട്ട് ഗ്യാസിന് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ് ഈ ഇനേർട്ട് ഗ്യാസ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അത് റണ്ണിങ് കോസ്റ്റും കുറച്ച് കൂടുതലാണെന്ന് പറയാം. പിന്നെ കമ്പാരിറ്റീവ്ലി സ്ലോ ആണ്. സാധാരണയുള്ള ആർക്ക് വെൽഡിങ്ങിനെക്കാളും കുറച്ചുകൂടെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ് ഈ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിംഗ് എന്ന് സാധാരണ പറയാറുണ്ട്. അപ്പം കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കുറച്ചുകൂടെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഈ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിങ്ങിനുണ്ട്. പിന്നെ ഉള്ള ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ മെറ്റലും നമുക്ക് ഈ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് നമുക്ക് വെൽഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ചില സെലക്റ്റഡ് മെറ്റൽസ് മാത്രമേ ഇത് ഉപയോഗിച്ച് വെൽഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. വളരെ തിക്നെസ് കുറഞ്ഞ വർക്ക് പീസ് ഒന്നും ഇത് ഉപയോഗിച്ച് വെൽഡ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ചിലപ്പം അത് പെട്ടെന്ന് മെൽറ്റ് ആയി പോകും, തിക്നെസ് കുറഞ്ഞ വർക്ക് പീസൊക്കെ ആണെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ് ഈ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിങ്ങിനുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്താൽ മതി. ഇതാണ് ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിങ്ങിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അടുത്തത് അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ്. ഇത് മറ്റൊരു 10 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ ഒരു ഫിഗറൊക്കെയാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഫിഗർ കുറച്ച് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നും. എങ്ങനെയെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ച് വയ്ക്കുക, സംഭവം എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു രീതിയാണെന്ന് പറയാം. ഇതിൽ നമ്മൾ 2 ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിംഗ് പോലെയല്ല, ഇതിൽ 2 ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും ടങ്സ്റ്റൺ ഇലക്ട്രോഡ് തന്നെയാണ്. അത് നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള 2 ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ 2 ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെയും ഇടയിലാണ് സത്യം പറഞ്ഞാൽ ആർക്ക് ഫോം ചെയ്യുന്നത്. ഈ ഇലക്ട്രോഡും വർക്ക് പീസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലല്ല ആർക്ക് ഫോം ചെയ്യുന്നത്. ഈ 2 ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആ 2 ടങ്സ്റ്റൻ്റെ ഇലക്ട്രോഡിൻ്റെയും ഇടയിലാണ് സത്യം പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ആർക്ക് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ടങ്സ്റ്റൺ ഇലക്ട്രോണിൻ്റെ ഇടയിൽ ആർക്ക് ഫോം ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ ഹൈ ടെമ്പറേച്ചർ, സാധാരണയുള്ള ആർക്ക് വെൽഡിങ്ങിനെക്കാളും ഒക്കെ വളരെ ഹൈ ടെമ്പറേച്ചർ ഈ ഇലക്ട്രിക് ആർക്കിനുണ്ട്. അപ്പോൾ ഈ ആർക്ക് ഇവിടെ ഫോം ചെയ്യുമ്പോൾ തന്നെ ഹൈഡ്രജൻ നമ്മൾ ഈ ഒരു ആർക്കിൻ്റെ അകത്തോട് നമ്മളിവിടെ കടത്തിവിടും. ഇവിടെ ഇപ്പോൾ നോക്കാം, ഇത് 2 പീസുണ്ട്. ഇതാണ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഇത് ഒരു ടങ്സ്റ്റൺ ഇലക്ട്രോഡ്, ഇത് രണ്ടാമത്തെ ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. അപ്പോൾ ഈ 2 ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഇങ്ങനെ വി ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഹൈഡ്രജൻ കടത്തിവിടുന്നുണ്ട് ഈ ഒരു നോസിൽ വഴി. ഇവിടെ ഹൈഡ്രജൻ ഈ ഓപ്പണിംഗ് കൂടെ ഹൈഡ്രജൻ ഇതിൻ്റെ അകത്തോട്ട്, അതായത് ഈ ഇലക്ട്രിക് ആർക്കിൻ്റെ അകത്തോട്ട് തന്നെ ഈ ഹൈഡ്രജനെ കടത്തിവിടുന്നുണ്ട്. അപ്പോൾ ഈ ഹൈഡ്രജനെ കടത്തിവിടുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഹൈഡ്രജൻ മോളിക്യൂൾസ് ഈ ഇലക്ട്രിക് ആർക്കുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അത് ഡിസോസിയേറ്റ് ചെയ്ത് ഹൈഡ്രജൻ ആറ്റംസ് ആയിട്ട് മാറും. അതായത് ഹൈഡ്രജൻ മോളിക്യൂൾസ് ഈ ഇലക്ട്രിക് ആർക്കുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന് അത് ഡിസോസിയേറ്റ് ചെയ്ത് ഈ ഹൈഡ്രജൻ മോളിക്യൂൾസ് ഹൈഡ്രജൻ ആറ്റംസ് ആയിട്ട് മാറും. ഈ ഹൈഡ്രജൻ ആറ്റംസ് വളരെ ഹൈ വെലോസിറ്റിയിൽ വർക്ക് പീസിലോട്ട് വന്ന് സ്ട്രൈക്ക് ചെയ്യും. അതായത് ഈ ഹൈഡ്രജൻ ആറ്റംസ്, ഹൈഡ്രജൻ മോളിക്യൂൾസ് എന്നത് ഇലക്ട്രിക് ആർക്കിൻ്റെ ആ ഒരു ഹീറ്റ് കാരണം ഹൈഡ്രജൻ ആറ്റംസ് ആയിട്ട് മാറും. ഈ ഹൈഡ്രജൻ ആറ്റംസ് വളരെ ഹൈ വെലോസിറ്റിയിൽ ഈ വർക്ക് പീസിലോട്ട് വന്ന് സ്ട്രൈക്ക് ചെയ്യും. ഈ വർക്ക് പീസിലോട്ട് വന്ന് സ്ട്രൈക്ക് ചെയ്ത് തിരിച്ചത് ഹൈഡ്രജൻ മോളിക്യൂളായിട്ട് തന്നെ കൺവേർട്ട് ആവും. ഈ ഹൈഡ്രജൻ ആറ്റംസ് വളരെ ഹൈ വെലോസിറ്റിയിൽ വർക്ക് പീസിലോട്ട് വന്ന് സ്ട്രൈക്ക് ചെയ്ത് അത് തിരിച്ച് ഹൈഡ്രജൻ മോളിക്യൂളായിട്ട് കൺവേർട്ട് ആവും. അങ്ങനെ ഹൈഡ്രജൻ ആറ്റംസ് ഹൈഡ്രജൻ മോളിക്യൂളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ലിബറേറ്റ് ആവും. ആ ഹീറ്റ് എനർജി ഉപയോഗിച്ചാണ് ഇതിൽ വെൽഡിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ രണ്ട് ടങ്സ്റ്റൺ ഇലക്ട്രോഡിൻ്റെ ഇടയിൽ ഒരു ഇലക്ട്രിക് ആർക്ക് ഫോം ചെയ്യുന്നു. അതിലേക്ക് ഹൈഡ്രജനെ കടത്തിവിടുന്നു. ഈ ഹൈഡ്രജൻ മോളിക്യൂൾസ് ഈ ആർക്കുമായിട്ട് കോണ്ടാക്ട് വരപ്പം അത് ഹൈഡ്രജൻ ആറ്റംസ് ആയിട്ട് കൺവേർട്ട് ആവുന്നു. ഈ ഹൈഡ്രജൻ ആറ്റംസ് വളരെ ഹൈ വെലോസിറ്റിയിൽ വർക്ക് പീസിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. ഹൈ വെലോസിറ്റിയിൽ വർക്ക് പീസിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പം ഈ ഹൈഡ്രജൻ ആറ്റംസ് ഹൈഡ്രജൻ മോളിക്യൂൾസ് ആയിട്ട് തിരിച്ച് ഹൈഡ്രജൻ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ആവുന്നു. അങ്ങനെ ഹൈഡ്രജൻ ആറ്റംസ് ഹൈഡ്രജൻ മോളിക്യൂളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ലിബറേറ്റ് ആവുന്നു. ആ ഹീറ്റ് എനർജി ഉപയോഗിച്ചാണ് ഇതിൽ വെൽഡിങ് നടക്കുന്നത്. അപ്പോൾ ആ ഹീറ്റ് എനർജി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഡബിൾ എന്ന് പറയും. ഈ ഇലക്ട്രിക് ആർക്കിൻ്റെ ഹീറ്റിൻ്റെ ഓൾമോസ്റ്റ് ഡബിൾ ഹീറ്റ്
ഇങ്ങനെ സംഭവിക്കാൻ നടക്കുന്നുണ്ട്. ഹൈഡ്രജൻ ആറ്റംസ് തിരിച്ച് ഹൈഡ്രജൻ മോളിക്യൂളായിട്ട് കൺവേർട്ട് ആവുന്ന സമയത്ത് അത്രത്തോളം ഹൈ ഹീറ്റ് എനർജി ഫോം ചെയ്യുന്നുണ്ട്. അതായത് മേ ബി അറൗണ്ട് 6000 7000 അത്രത്തോളം ഹൈ ടെമ്പറേച്ചറാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഹൈ ടെമ്പറേച്ചറിലായിരിക്കും ഇവിടെ വെൽഡിങ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ വളരെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റുള്ള മെറ്റീരിയൽസിനെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 7000 ഡിഗ്രി സെൽഷ്യസ് വരെ അത്രത്തോളം ഹൈ ടെമ്പറേച്ചർ ഇവിടെ ഫോം ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റുള്ള വർക്ക് പീസുകൾ വർക്ക് പീസ് ഉപയോഗിച്ച് നമുക്കിങ്ങനെ വെൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ നമ്മളിവിടെ ഫില്ലർ റോഡ്, അതായത് ഓപ്ഷണലായിട്ടുള്ള ഫില്ലർ റോഡ്, ഈ ടങ്സ്റ്റൻ ഇലക്ട്രോഡൊന്നും മെൽറ്റ് ആവുന്നില്ല, അതൊന്ന് കൺസ്യൂം ചെയ്യാത്തതുകൊണ്ട് ഇവിടെ വെൽഡ് ജോയിൻറ്റ് ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ഫില്ലർ റോഡൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. മറ്റേ ടങ്സ്റ്റൻ ഇനർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിംഗ് പോലെ തന്നെ ഇവിടെയും ഫില്ലർ റോഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഫില്ലർ റോഡ് ഈ ഇലക്ട്രിക് ആർക്കുമായിട്ട് ചേർന്നായിരിക്കും വരുന്ന, അത് മെൽറ്റ് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് ഡിപ്പോസിറ്റ് ചെയ്യും, വെൽഡിലോട്ട് ഡിപ്പോസിറ്റ് ആയിക്കോളും. അപ്പോൾ ഈ ഫില്ലർ റോഡിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വർക്ക് പീസിൻ്റെ ഓൾമോസ്റ്റ് സെയിം മെറ്റീരിയൽ തന്നെയായിരിക്കും, അതല്ല എങ്കിൽ അതിൻ്റെ എന്തെങ്കിലും അലോയ് ആയിരിക്കാം. അപ്പോൾ ഈ ഒരു ഹീറ്റ് ഇവിടെ ഉണ്ടാകുന്ന ഈ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അതിനോട് ചേർന്ന് വരുമ്പോഴേക്കും ഈ ഫില്ലർ റോഡും അങ്ങ് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നർ ഗ്യാസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇവിടെ നമുക്ക് ആർക്കിനെ പ്രൊട്ടക്ട് ചെയ്തേ വെക്കുള്ളൂ, അതുപോലെ തന്നെ വെൽഡ് പൂളിനെയും ഒരു ഷീൽഡ് പോലെ പ്രൊട്ടക്ട് ചെയ്തേ വെക്കുള്ളൂ. അറ്റ്മോസ്ഫിയറിൻ്റെ കണ്ടാമിനേഷൻ, അറ്റ്മോസ്ഫിയറിലും ഓക്സിജനും നൈട്രജനുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുന്ന ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ആർക്കിനെയും വെൽഡ് പൂളിനെയും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഹൈഡ്രജൻ തന്നെയാണ്. അപ്പോൾ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ആർക്കുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പം കെമിക്കൽ റിയാക്ഷൻസ് സംഭവങ്ങളൊക്കെ നടക്കുന്നു എങ്കിലും ഈ ഹൈഡ്രജൻ ഉപയോഗിച്ച് തന്നെ ഈ ഇലക്ട്രിക് ആർക്കിനെ വെൽഡ് പൂളിനെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ടങ്സ്റ്റൻ ഇനർട്ട് ഗ്യാസിൽ ഇനർട്ട് ഗ്യാസ് എന്ത് ഫംഗ്ഷൻ ആണോ നടത്തുന്നത് അത് ഇവിടെ ഹൈഡ്രജൻ തന്നെ നടത്തുന്നുണ്ട്. ആ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു എങ്കിൽ പോലും ഹൈഡ്രജൻ തന്നെയാണ് ഒരു ഷീൽഡായിട്ട് ആക്ട് ചെയ്യുന്നത് ഇലക്ട്രിക് ആർക്കിനെ വെൽഡ് പൂളിനെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ AC മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. പല ടെക്സ്റ്റ് ബുക്കിലും പറഞ്ഞാൽ DC ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ് ആണെങ്കിൽ DC ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. AC മാത്രമേ ഉപയോഗിച്ച് ഈ ഒരു വെൽഡിംഗ് പ്രോസസ്സ് സാധിക്കുകയുള്ളൂ എന്നൊക്കെയാണ് പല ടെക്സ്റ്റ് ബുക്കിലും കണ്ടത്. അപ്പോൾ ഇതാണ് അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിങ്ങിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. വർക്കിംഗ് സത്യം പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതിൽ ഓരോ കമ്പോണൻസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ ഒരു ഫിഗർ വരയ്ക്കുക. ഈ ഫിഗറിന് തന്നെ ഒരു 3 to 4 മാർക്സ് ഫിഗറിനുണ്ടായിരിക്കും. പിന്നെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഒരു 3 to 4 മാർക്സ് കാണും. പിന്നെ ബാക്കി ഒരു 2 മാർക്സ് അല്ലെങ്കിൽ 3 മാർക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസും എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ടങ്സ്റ്റൻ ഇനർട്ട് ഗ്യാസിന് വേണ്ടി പഠിച്ച അതേ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഒക്കെ തന്നെയാണ് ഈ അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ വളരെ ഹൈ ക്വാളിറ്റി വെൽഡ് ഫോം ചെയ്യുന്നുണ്ട്, വളരെ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകുന്നതുകൊണ്ട് വളരെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റുള്ള മെറ്റൽസ് നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ലിമിറ്റേഷൻ എന്തെന്ന് പറഞ്ഞാൽ ഈ എക്യുപ്മെൻറ്റ് കോസ്റ്റ് വളരെ കൂടുതലാണ്. മെഷീനറി എന്ന് പറഞ്ഞാൽ എക്യുപ്മെൻറ്റ് കോസ്റ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മാസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ വലിയ പ്ലാന്റ്സിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുള്ളൂ, അല്ലാതെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിലൊന്നും ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. പിന്നെ ലേബേഴ്സിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. ഇത് ഫുള്ളി കമ്പ്യൂട്ടർ കൺട്രോൾഡ് ചെയ്യാവുന്നതാണ്, ഓട്ടോമേറ്റഡ് ആക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ലേബറിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് എന്നത് വലിയ ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. മാത്രമല്ല ഇത് കുറച്ചും കൂടെ സ്ലോ ആണ്. ടങ്സ്റ്റൻ ഇനർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിംഗ് പോലെ തന്നെ കുറച്ചും കൂടെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ് ഈ അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ എല്ലാ കൈൻഡ് ഓഫ് മെറ്റൽസ് ഇത് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാനൊക്കത്തില്ല. ചില സെലക്റ്റഡ് ടൈപ്പ് ഓഫ് മെറ്റൽസേ നമുക്ക് ഇതിലും വെൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോക്കി എഴുതുക. ടെക്സ്റ്റിൽ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ടങ്സ്റ്റൻ ഇനർട്ട് ഗ്യാസ് ആർക്ക് വെൽഡിങ്ങും പിന്നെ അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിങ്ങുമാണ് പഠിച്ചത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.